ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പഴവും പച്ചരിയും ഉപയോഗിച്ച് നല്ലൊരു പലഹാരമാണ്. വളരെ പെട്ടെന്നും എളുപ്പത്തിലും നമുക്കിത് തയ്യാറാക്കാം. കുക്കറിലാണ് ഈ അപ്പം തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഈ അപ്പം ഉണ്ടാക്കി കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്ത് 4-5 മണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളം വാർത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1/2 കപ്പ് തേങ്ങ ചിരകിയതും 2 ഏലക്ക തൊലി കളഞ്ഞ് കുരുവും 2 സ്പൂൺ ചോറും 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്കിത് നന്നായി അടിച്ചെടുക്കാം. തരികളൊന്നുമില്ലാതെ നന്നായിട്ട് ഇതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ പഴം ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒരു പഴമാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അല്പം വെള്ളവും ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഒഴിക്കാം. ഇത് നന്നായി തരിയില്ലാതെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുക്കണം. അതിനുവേണ്ടി ഇത്രയും തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം 2 ടീസ്പൂൺ നെയ്യൊഴിച്ച് നമുക്ക് തേങ്ങാക്കൊത്ത് ഇതിൽ നിന്ന് വറുത്തെടുക്കാം. ഇത്രയും ആയപ്പോൾ ഞാൻ സ്റ്റവ് ഓഫാക്കി. ഇനി നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കാനുണ്ട്. അതിന് ഞാനിവിടെ 3 ശർക്കരേൻ്റെ ആണിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് ഓരോരുത്തർക്കും എടുക്കാം. 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് ചൂടോട് കൂടി തന്നെ ഞാനിത് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാവ് വെന്ത് പോകരുത്, നമ്മൾ അപ്പം തന്നെ അത് നന്നായിട്ട് ഇളക്കണം. ചൂടോട് കൂടി തന്നെ നമ്മളത് ഇളക്കി കൊടുക്കുക. കട്ടകളൊന്നുമില്ലാതെ നന്നായി ഇളക്കുക. ഇതുപോലെ ഞാൻ ശർക്കരപ്പാനിയും മാവും നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത ആ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഈ മാവിന് ഈ പരുവം ഇത്രയും ലൂസ് വേണം. മാവ് നല്ല ലൂസായിട്ടാണ് മാവ് വേണ്ടത്. 2 ടീസ്പൂൺ തേങ്ങാക്കൊത്താണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി നമുക്ക് കുക്കറിൻ്റെ മേതെ ഇട്ട് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ ജീരകവും നല്ല ജീരകവും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊങ്ങുന്നതിന് വേണ്ടി അല്പം ഒരു നുള്ള് അപ്പക്കാരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുക്കർ സ്റ്റവിലേക്ക് വയ്ക്കാം. കുക്കർ നന്നായി ചൂടായതിന് ശേഷം 3 ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചുറ്റുമൊക്കെ ഒന്നിങ്ങനെ നെയ്യാക്കി കൊടുക്കുക. പിന്നീട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ മാവ് ഒഴിച്ചു കൊടുക്കാം. തീ ഇപ്പോൾ സ്റ്റൗവിൻ്റെ ഫുള്ളിലാണ് നിൽക്കുന്നത്. ഒരു 2-3 മിനിറ്റ് ഫുള്ളിലാക്കിയതിന് ശേഷം നമുക്ക് വിസിലിടേണ്ട മൂടി കൊടുക്കാം കുക്കർ. പിന്നീട് ലോ ഫ്ലെയിമിലേക്കാക്കിയിട്ട് ഒരു 8 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 8 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറിൽ നിന്ന് അപ്പം എടുക്കാം. ഞാൻ എടുക്കുന്നുണ്ട് അപ്പം. ഇപ്പം നന്നായി ചൂടൊക്കെ തണഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട്.
ഇതാ കണ്ടില്ലേ, നന്നായി ആരോടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല സ്വാദുണ്ട് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.